അഗ്നിദേവനും വായുദേവനും ചേർന്ന് ഗംഗയിൽ നിക്ഷേപിക്കുകയും ഗംഗയിലൂടെ ആ ദിവ്യ ജ്യോതിസുകൾ ശരവണ പൊയ്കയിലേക്ക് എത്തുകയും 6 മുഖങ്ങളോടെ സുബ്രഹ്മണ്യൻ അവതരിക്കുകയും ചെയ്യുന്നു. വിഷ്ണുവിന്റെ നിർദ്ദേശപ്രകാരം കാർത്തിക നക്ഷത്രത്തിന്റെ അധിദേവതമാരായിട്ടുള്ള 6 ദേവിമാർ ഈ സുബ്രഹ്മണ്യനെ വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് കാർത്തികേയൻ എന്ന പേര് അദ്ദേഹത്തിന് ലഭിക്കുന്നത്. പിന്നീട് ദേവ സേനാധിപതിയായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ട സുബ്രഹ്മണ്യൻ ശൂരപത്മൻ, താരകാസുരൻ, സിംഹഭക്തൻ എന്നിങ്ങനെയുള്ള അസുരന്മാരെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുകയും വധിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവതാര ഉദ്ദേശം നിറവേറ്റിയ അദ്ദേഹം പിന്നീട് ദേവസേനാധിപതിയായിട്ട് മാറുകയാണ്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ദൈവമായിട്ടാണ് സുബ്രഹ്മണ്യനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മുരുകന്റെ കൈവശമുള്ള ആയുധമുണ്ടല്ലോ, അത് പാർവതി ദേവി അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ്. അതിന്റെ പേര് വേൽ എന്നാണ്. നമുക്കൊക്കെ അറിയാവുന്ന ഈ വേൽ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ആയുധമാണ്. സ്കന്ദപുരാണത്തിൽ പറയുന്ന അനുസരിച്ച് ഇതൊരു ഡിവൈൻ